السلام عليكم ورحمة الله وبركاته. الحمد لله الوفاء والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വിദ്യാർത്ഥികൾ, പ്രിയ ഉസ്താദന്മാർ, സ്നേഹിതന്മാരായ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, കലാമാമാങ്കത്തിന്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിൽ എനിക്കും ഒരു അവസരം കിട്ടിയതിൽ അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയരെ, ആധുനിക അതിനാധന അതിനൂതന സാങ്കേതികതയുടെ അതിപ്രസരം മൂലം മനുഷ്യൻ ഭൗതികമായും പുരോഗമനത്തിന്റെ ഉന്നത സോപാനങ്ങളെ വിരാജിക്കുമ്പോൾ മറ്റൊരു കോണിലൂടെ മൂല്യചുതിന്നിരുന്ന വർത്തമാനകാലത്തെ നേർചിത്രങ്ങളെ വിസ്മരിക്കാൻ കഴിയില്ല. സർവ്വ അധർമ്മങ്ങളെയും അധാർമികതയെയും നിർവേടുകളെയും നവോത്ഥാനമായി കാണുന്ന കെട്ടകാലത്തിന്റെ നഷ്ടത്തിന് മുമ്പിൽ കെട്ടറ്റുപോയ പട്ടം പോലെ ആടി ഉലയുകയാണ് നമ്മുടെ സമൂഹം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വാതന്ത്ര്യമെന്ന പേരിൽ, ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന പേരിൽ, അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന പേരിൽ പല പൊള്ളത്തരങ്ങളും വിളിച്ചു പോകുമ്പോൾ ക്ഷതമേൽക്കുന്നത് ഒന്നുകിൽ സ്വന്തത്തിനോ അതല്ലെങ്കിൽ മറ്റൊരാളുടെയോ അതുമല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന്റെയോ ആത്മാഭിമാനത്തിനാണ്. പരിമിതമായ ഈ സമയത്തിനുള്ളിൽ ഈ 3 തരങ്ങളിലേക്ക് എന്റെ ഭാഷണത്തെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ അഥവാ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഏതൊരു വ്യക്തിയുടെയും മർമ്മപ്രധാനമായ മൗലികാവകാശം തന്നെയാണ്. എന്നാൽ വർഗീയതയിൽ മുക്കിക്കുറിച്ച രചനകളിലൂടെ, വിഷം തുപ്പുന്ന പ്രഭാഷണങ്ങളിലൂടെ, തൊള്ളയിൽ കള്ളവും പള്ളയിൽ കൊള്ളയുമായി നടക്കുന്ന ഒരു പറ്റം തൽപര കക്ഷികൾ ആവിഷ്കരിച്ച സിനിമകളിലൂടെ ഒരു പ്രത്യേക വിഭാഗത്തെ ഉന്നം വെച്ച് അവരെ കരുവാരിത്തേക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ ആത്മാഭിമാനത്തിന് ഉള്ളൽ വെക്കാൻ ശ്രമിക്കുമ്പോൾ, ഇത്തരം വ്യാജവാർത്തകൾക്ക് നേരെ ഒരു മുഅ്മിനിന്റെ നിലപാടെന്താൻ? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല വതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, ഒരു നുണയൻ നിങ്ങളുടെ അടുക്കൽ നുണയുടെ ഭാണ്ഡവുമായി കടന്നു വന്നാൽ അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് കൃത്യമായി പരിശോധന നടത്തണം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്തികളിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തങ്ങളുടെ ജീവിതത്തിലെ സ്വകാര്യതകൾ പോലും കച്ചവടവൽക്കരിക്കുമ്പോൾ, പരിരക്ഷയുടെ ചിറകിൽ സംരക്ഷണം ലഭിക്കേണ്ട പ്രിയപ്പെട്ടവളെ പോലും കോണ്ടന്റുകളാക്കി മാറ്റുന്ന സാഹചര്യത്തിൽ ധാർമ്മികത എവിടെയാണ് എന്ന ചോദ്യചിഹ്നത്തിന്റെ കൊളുത്ത് ചെന്ന് വധിക്കുന്നത് ആത്മാഭിമാനത്തിന്റെ ചങ്കിലാണ്. കുറച്ചുകൂടി തീവ്രമായൊരു തലമുണ്ടിൽ സ്വന്തം ശരീരത്തിന്റെ നഗ്നമേനികൾ മുഴുവൻ ലോകത്തുമ്പിലേക്ക് പ്രദർശിപ്പിച്ച് കോടികൾ കൊയ്യുന്ന ലജ്ജയില്ലാത്ത കലിയുഗത്തിൽ ഇവരുടെയൊക്കെ കർണപുടങ്ങളിൽ പ്രകമ്പനം കൊള്ളണം തിരു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭീഷണി സ്വരത്തിലുള്ള വാക്കുകൾ. ഇതാലും തസ്തഹി നിന്റെയുള്ളിൽ നിന്ന് ലജ്ജ കുടിയിറക്കപ്പെട്ടെങ്കിൽ തോന്നിയത് ചെയ്തോളൂ. കൂട്ടത്തിലൊരു ആയത്ത് കൂടി തുന്നിച്ചേർക്കട്ടെ ഞാൻ. നിന്റെ രക്ഷിതാവിന്റെ പിടുത്തം ശബ്ദമാണെന്ന് ഓർക്കുക. പ്രിയമുള്ളവരെ, ഇത്തരം ഒരു വിഷയത്തിൽ അടിവരയിടേണ്ടത് അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു രചനയും ഒരു ആവിഷ്കാരവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതേ അല്ല. ഇന്റെ പ്രഭാഷണത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ഉണർത്തിയല്ലോ, മക്ക എന്ന പുണ്യഭൂമിയുടെ പവിത്രത പോലെ, പാവനമായ ദുൽഹിജ്ജ മാസത്തിന്റെ ശ്രേഷ്ഠത പോലെ, പരിശുദ്ധമായ അറഫ എന്ന ദിനത്തിന്റെ പവിത്രത പോലെ കാണണം അവരുടെ ആത്മാഭിമാനത്തെ. ഈ അടുത്ത് മലയാള സിനിമയിലെ ഒരു പ്രമുഖനായ നടൻ അതേ ഇൻഡസ്ട്രിയിലുള്ള ഒരു മുതിർന്ന ഒരു സംവിധായകനെ കുറിച്ചും ഒരു ഗായകനെ കുറിച്ചും തന്റെ ഫേസ്ബുക്ക് വാളിൽ തെറിയഭിഷേകം നടത്തുകയാണ്. അഴുക്കുചാലിനേക്കാൾ ദുർഗന്ധം വമിക്കുന്ന ആ പദപ്രയോഗങ്ങളെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതൊരു കവിതയാണ്, ഒരു കാവ്യരൂപമാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാന്നും ചോദിക്കട്ടെ, ഏത് നിയമത്തിനാണ് അദ്ദേഹത്തിന്റെ ഒരു ചെറു വിരലെങ്കിൽ മനക്കാൻ സാധിച്ചത്? എന്നാൽ സമാനമായ ഇത്തരം ഒരു സാഹചര്യത്തിൽ മാതൃകാപരമായ ഒരു നിലപാടെടുത്തൊരു അധീയനായ നേതാവിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല നമുക്ക്. അത് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനവരുടെ ഭരണകാലത്ത് ആക്ഷേപ കാവ്യങ്ങൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ ഒരു കവി ഉണ്ടായിരുന്നു, ഹുതൈഅ. സമൂഹത്തിൽ മാന്യനായ, ഉദാരമതിയായ, സാഹിത്യ സാമ്രാട്ടായ, സർവോപരി ഉന്നത വ്യക്തിത്വത്തിന് ഉടമയായ സബർഖാൻ ഇബ്നു ബദർ റളിയല്ലാഹു അൻഹുവിന്റെ മഹനീയമായ വ്യക്തിത്വത്തിന്, ആത്മാഭിമാനത്തിന് തന്റെ കവിതകളിലൂടെ ഹുതൈഅ മങ്ങലേൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് തുറങ്കിലടച്ചു സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കവിത തന്റെ അന്നമാണെന്ന് കാരണം ബോധിപ്പിച്ചപ്പോൾ, അതില്ലെങ്കിൽ താനും തന്റെ കുടുംബവും പട്ടിണിയിൽ ആണ്ടുപോകുമെന്ന് വേവലാതി പറഞ്ഞപ്പോൾ, ബൈത്തുൽ മാലിൽ നിന്ന് പൊതുഖജനാവിൽ നിന്ന് 3000 ദിർഹം എടുത്തു കൊടുക്കുകയും ഈ 3000 ദിർഹമിന് പകരമായി എന്റെ പ്രജകളുടെ മുഴുവൻ ആത്മാഭിമാനം നിന്റെ കയ്യിൽ നിന്ന് വിലക്കി വാങ്ങിയിരിക്കുന്നുവെന്നും ഇനിമേലാൽ നിന്റെ കവിതകളിൽ ഒരാളെയും താഴ്ത്തിക്കെട്ടരുത് താക്കീത് നൽകി
ഒരു തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒരാളുടെയും ആത്മാഭിമാനത്തിന്റെ മേലെയെന്നത് പ്രഖ്യാപിച്ച പകരം വെക്കാനില്ലാത്ത ന്യായാധിപനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഭ്രമമൊത്ത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഭ്രമണം തുടർന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അപരന്റെ ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുമ്പോൾ ഒരു അസ്ലത്ത് അനിവാര്യമാവുകയാണ്. അങ്ങ് വരാന്തരങ്ങളിൽ ചെന്ന് ഗുഹയിൽ പാർക്കുകയില്ല, മറിച്ച് ലൈക്കിന്റെയും ഷെയറിന്റെയും കമന്റിന്റെയും ലോകത്തുനിന്ന് ഒരു അകലം, അതാണ് വേണ്ടത്. അവിടെയാണ് ആത്മാഭിമാനം. സെൽഫ് റെസ്പെക്ട് മീൻസ് വാക്കിംഗ് അവേ when staying started to cost your peace. എവിടെയാണ് നിങ്ങളുടെ സമാധാനം നഷ്ടമാകുന്നത്, അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കലാണ് ആത്മാഭിമാനം. അതേ, അങ്ങ് വിദൂരതകളിലേക്ക് ഒരു അകലം പാലിക്കണം. ന കോയി സവാൽ ന ജവാബ് കാബൂസ് ബസ് മേം ഹൂ और मेरे दिल की मौज बस में हू और मेरे दिल की मौज वाखिर दवाना अल्हम्दुलिल्लाहि रब्बिल आलमीन वल्लाहु المعافق وعليه تكلان والسلام عليكم ورحمة الله وبركاته.